ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, എന്തിനാ സാറേ വിളിപ്പിച്ച? ഈ രണ്ടെണ്ണം ഒപ്പിച്ച് വെച്ചിരിക്കുന്ന അങ്ങനത്തെ പന്ന പരിപാടിയാണല്ലേ. അതിൻ്റെ കൊണ്ടപ്പോൾ ഉറപ്പിക്കുന്നത് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് സാറേ. അതിപ്പം ഒന്നും പറയണ്ട. എന്തായാലും പെർസണെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചത് നിന്നേക്കെ രണ്ടിന്. അതിൽ രണ്ടെണ്ണത്തിന് നല്ല രീതി വരുന്നുണ്ട്. എന്തോ പണി? ആ പണി എന്തെന്ന് ഇപ്പം പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. നിന്റെ തലയൊക്കെ എങ്ങനെ ഉണ്ട്? നീ എന്ത് പൊട്ടനാണോ? അതായത് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റ് പോലും ശ്രദ്ധിക്കാൻ പോയി പറഞ്ഞിരിക്കുന്ന അവന്മാരെടുത്ത് നെറ്റി ഇടിച്ചത് പൊട്ടാൻ. ഇപ്പൊ നിങ്ങളമ്മ എങ്ങനെയാ? ടേംസ് എങ്ങനെയാ? കുഴപ്പമില്ല അല്ലേടോ ശുമേനി? അതേടോ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത്. അതെ സാറേ, എന്താടോ? അല്ലേ, അടുത്ത സീസണിൽ ഞാനായിരിക്കും. പിന്നെ തന്നെയാണ് ഇവിടെ താൻ കാരണം. ഇപ്പം എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യ. അത് തെറ്റി നാട്ടുകാർ പറ്റിക്കിടാൻ വരുക. 10 ലക്ഷം പേര് സൈൻ ചെയ്തത് എംബാപ്പെ പുറത്താക്കണമെന്ന് പറഞ്ഞ സാധനം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ, അവന്മാര് അടികൂടിയപ്പോൾ താൻ എന്തോ ബോക്സിങ് മാച്ച് എന്ന് വിചാരിച്ചാടോ? സാറേ അതിപ്പം ഒന്നും പറയണ്ട. എന്തായാലും അതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാം. എന്തെന്നല്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാനും മറക്കല്ലേ ഗൈസ്. നമ്മുടെ ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. ആദ്യം തന്നെ റയലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും റയൽ ഒഫീഷ്യലി ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2 താരങ്ങൾക്കും. സ്പോർട്ടിംഗ് ഡിസിഷൻസിലേക്ക് എന്തായാലും ഭാഗ്യത്തിന് റയൽ പോയിട്ടില്ല. പെർസോണന്റെ സ്വഭാവം വെച്ച് അണ്ണൻ പോകേണ്ടത് മറ്റേ ഡിസിഷനുകളിലേക്കൊക്കെയാണ്. എന്തായാലും ക്ലബിന്റെ ഭാവി താരങ്ങളാണ്, അതുകൊണ്ട് വിൽക്കുന്നില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എത്ര വലിയ മരങ്ങളാണെങ്കിലും ക്ലബിന്റെ മുകളിൽ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കളയണമെന്നാണല്ലോ ഒരു ഇത്. അപ്പോഴത്തേക്കും അവരെ വിൽക്കുന്നില്ല. പക്ഷെ ഇവർക്ക് ഫൈൻ, നല്ല സൂപ്പർ ഫൈൻ ഇട്ടിട്ടുണ്ട്. 5 ലക്ഷം യൂറോ. 1 മില്യൺ ഒപ്പിച്ചെടുത്ത് നോക്കിയ പെർസോണൻ ബിസിനസ് ബുദ്ധി തന്നെ. 5 ലക്ഷം യൂറോ വെച്ചാണ് ഫൈൻ. അങ്ങനെ 10 ലക്ഷം യൂറോ ഇരുവരും കൂടെ ക്ലബിന് വേണ്ടി കൊടുക്കണം. മറ്റ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒന്നുമില്ല. അതേസമയം ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഓപ്പറേഷൻ മോറീനോ ക്ലബ് ആരംഭിച്ചിട്ടുണ്ട്. 2010 മുതൽ 2013 വരെ എന്താ പറയുക, ക്ലബിന്റെ ഭാഗമായിരുന്ന അതേ ഹോസെ മൊറീനോയെ തിരിച്ചെത്തിക്കാൻ ക്ലബ്ബ് ശ്രമിക്കുന്നു. അങ്ങേരുടെ ചൊറിയൻ സ്വഭാവം തന്നെയാണ്. ഇവന്മാർ അങ്ങേരുടെ എല്ലാം കളിക്കാൻ ചെന്നാൽ അങ്ങേരെ പിടിച്ച് ഒട്ടിക്കും. അതാണ് അങ്ങേരുടെ സ്വഭാവം. അപ്പം ഹോസെ മൊറീനോയെ കറണ്ട് പോയി, ലൈറ്റിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഹോസെ മൊറീനോയെ എത്തിക്കാനാണ് ശ്രമം. അതേപോലെ സ്പോർട്ടിങ്ങിന്റെ പരിശീലനാണല്ലോ അദ്ദേഹം, സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ. സോ അവരെന്തായാലും സ്പോർട്ടിംഗ് CP അവരെന്തായാലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല എന്നതാണ് അറിയുന്ന വിവരം. അതാണ് അവര് ഹോസെ മൊറീനോയെ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ പെർസണന്റെ ബുദ്ധിയാണ്. എവിടെ നിന്നും ഏതിനെയും പൊക്കുന്ന ശീലം അണ്ണനുണ്ട്. എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ബാർസേന്ന് പൊക്കിയ ശീലം അണ്ണനുണ്ട്. ഒരു സീസണിലധികം ട്രോഫി ഒഴിഞ്ഞു കിടക്കുന്ന അണ്ണൻ ഇഷ്ടമല്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അണ്ണന്റെ സീറ്റും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ എഴുതുന്നു. മറ്റൊരു വീഡിയോ വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ.